ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ തുവൽത്തീരം ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അമ്മായിൻ്റെ വീട് പരപ്പനങ്ങാട് സദ്ദാം ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ. അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിനെയും മക്കളെയും കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ബീച്ചിലേക്ക് പോവാൻ. ഈ കാണുന്നത് തുവൽത്തീരം ബ്രിഡ്ജാണ്. ഈ പാലത്തിന്റെ ഒരു സൈഡ് ബീച്ചും മറ്റേ സൈഡ് പൂരപ്പുഴയാണ്. നല്ല മനോഹരമായ ഒരു വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ ഈ ബീച്ച്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അതും ഫ്രീ പാർക്കിംഗ് ആണ്. തുവൽത്തീരം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തുവൽത്തീരം ബീച്ചിലെത്തി. ഇപ്പൊ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് തവണ അമ്മായിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് ഞങ്ങൾ വരുന്നത്. തുവൽത്തീരം എന്നുള്ള പേര് ഈ അടുത്ത കാലത്താണ് ഈ ബീച്ചിന് കിട്ടിയത്. ഒട്ടുംപുറം ബീച്ചെന്നും കെട്ടുങ്ങൽ ബീച്ചെന്നാണ് ഈ ബീച്ച് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒരു ബ്രൈറ്റ് ബീൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ പാലത്തിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് നടന്നു പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പുഴയും കടലും രണ്ടായിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ, ഇവിടെ 2 വർഷം മുന്നേ താന്നൂർ ബോട്ടപകടം നടന്ന സ്ഥലമാണ്. 22 പേരുടെ ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഈ പാലത്തിന്റെ ചോട്ടിലൊന്നും തീരെ വെള്ളമില്ല കേട്ടോ. ഈ മഴക്കാലം ആയാലും ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പൊ കടലിൽ നിന്ന് ഒരുപാട് വേർപെട്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ചുറ്റി കറങ്ങുന്ന സമയത്ത് കടലിലേക്ക് ബോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടുട്ടോ. ഞങ്ങൾ പിന്നെ കുറേ സമയം ബീച്ചിൽ കളിച്ചു. സച്ചു കണ്ണൻ ഇവിടെ കിണർ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആദ്യം വെള്ളത്തേക്ക് ഇറങ്ങാതെ നനയാതെ നിന്നതാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങണ കണ്ട് അച്ഛനും വെള്ളത്തേക്ക് ഇറങ്ങി. പിന്നെ ഞാനും ചേച്ചിക്ക് കുറച്ച് റീൽസ് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ആളുകൾ വരുന്ന ബീച്ചാണ് ഈ ബീച്ച്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് ചെറിയൊരു പാർക്കുണ്ട്. ഇത് ഈ വെക്കേഷനിൽ ഓപ്പൺ ആക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അതിലും കൂടി ഒന്ന് കയറി. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയപ്പോൾ അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. കൂടുതലാണ് ബീച്ചിലാണെങ്കിൽ. ഞങ്ങളെല്ലാ റൈഡിലൊന്നും കയറിയിട്ടില്ല. ഞങ്ങളാകെ കയറിയത് ചാത്തിരിക്കൊട്ടയിലാണ്. അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മയ്ക്ക് പിന്നെ പേടിയായതുകൊണ്ട് അമ്മ കയറിയില്ല. അപ്പം അമ്മയ്ക്ക് കൂട്ടായിട്ട് ചേച്ചി അവിടെ നിന്നു. ഇതിൽ ഒരാൾക്ക് കയറിയ 80 രൂപയാണ്. ഞാൻ 2ാം പ്രാവശ്യമാണ് കേട്ടോ ചാക്രിക്കൊട്ടയിൽ കയറുന്നത്. ആദ്യം കയറിയത് ചെറുതായിരുന്നത്, വലുതാണ്. പക്ഷെ അധികം സ്പീഡൊന്നും ഇല്ലായിരുന്നു, അതിനോണ്ട് വലിയ പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയാൽ ചോരൻ്റെസൊക്കെ വാങ്ങി കഴിച്ചു. അമ്മയ്ക്കൊന്നും പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ കുട്ടികൾക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ അമ്മായിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുള്ളൂ. അമ്മായി പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയുള്ള ഗായ്സ് ഇന്നത്തെ വീഡിയോ.